ഭൂമിയിൽ സ്വർണം മഴ പോലെ പെയ്യുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതും തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിൽ. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറിബസ് ദിവസവും സ്വർണ്ണപ്പൊടി പുറന്തള്ളുന്നു എന്നതാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അത്ഭുതകരമായ വസ്തുത. റോസ് ദ്വീപിലുള്ള ഈ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ 1972 മുതൽ തിളച്ചുമറിയുന്ന ഒരു ലാവാ തടാകമുണ്ട്. ഇവിടെ നിന്നും പുറത്തുവരുന്ന വാതകങ്ങളിൽ അതിസൂക്ഷ്മമായ സ്വർണ്ണപ്പരലുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 80 ഗ്രാം സ്വർണ്ണമാണ് ഈ അഗ്നിപർവ്വതം ഒരു ദിവസം പുറന്തള്ളുന്നത്. ഇന്നത്തെ വിലയിൽ ഇത് ഏകദേശം 5 ലക്ഷത്തിലധികം രൂപ വരും. ഒരു വർഷം കണക്കാക്കിയാൽ ഇത് ഏകദേശം 18 കോടിയോളം രൂപ വരുന്ന സ്വർണ്ണമാണ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് പെറുക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ സ്വർണ്ണക്കണികകൾ മുടിനാരിഴയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളവയാണ്. അത് ചിതറിക്കിടക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിലും. അതുകൊണ്ട് തന്നെ ഇവ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ശ്രമകരമായ ദൗത്യം. ഈ സ്വർണ്ണപ്പൊടിയുടെ അംശം അഗ്നിപർവ്വതത്തിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെ വരെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, അറ്റ്ലാന്റിക് ഉടമ്പടി അനുസരിച്ച് ശാസ്ത്ര ഗവേഷണ സംഘം ഒഴികെയുള്ള ഖനന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പാടില്ല. അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം ആർക്കും തന്നെ സ്വന്തമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഈ അഗ്നിപർവ്വതത്തിൽ മാത്രം ഇത്രയധികം സ്വർണം ലഭിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്പോഴും ശാസ്ത്രലോകത്തിന് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം നൽകാനും കഴിയുന്നില്ല. തണുത്ത അറ്റ്ലാന്റിക് വായു ചൂടുള്ള ലാവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വർണം ഖരരൂപത്തിലേക്ക് മാറുന്നതാകാം കാരണമെന്നാണ് നിലവിലുള്ള നിഗമനം. പ്രകൃതി ചിലപ്പോൾ ഇങ്ങനെയും ചില അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.